നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ച് വിചാരിക്കുക. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ചിന്തിക്കുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. ഓക്കെ, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിനായിട്ട് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു പോസിറ്റീവ് എനർജിയിലാണ് നിലവിൽ അവർ നിൽക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ്, നിങ്ങളെ അവർ ഒരു ആരാധനയോടുകൂടിയാണ് അവർ നോക്കുന്നത്. നിങ്ങളിൽ ഇപ്പോൾ ഒരുപാട് കഴിവുകളുണ്ട് എന്നും അവർ വിചാരിച്ച വ്യക്തിയല്ല എന്നും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെന്നും അവർ നിങ്ങളെ നോക്കിക്കാണുന്നു. മാത്രമല്ല, അവർക്ക് നിങ്ങളോട് ഒരു പ്രണയ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ എനർജിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് കോയിൻ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഏസ് ഓഫ് കോയിൻ. ഓക്കെ, ഇത് മൂണിൻ്റെ എനർജിയാണ് വന്നിരുന്നത്. ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ ചൊല്ലി വാക്ക് തർക്കങ്ങളോ വിഷമങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ മറ്റോ വിഷമങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ വാല്യൂ ഇപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒട്ടും തന്നെ വാല്യൂ ഇല്ലാതെ അവർ മാറ്റി നിർത്തിയിരുന്നു എങ്കിൽ അതെല്ലാം അവസാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രയോറിറ്റി നൽകുന്ന ഒരു എനർജിയാണ് ഇവിടെ ഏസ് ഓഫ് കോയിനിൽ കണ്ടിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇത് സ്റ്റാറിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഇത് സ്റ്റാറിൻ്റെ എനർജി സൂചിപ്പിക്കുന്നു നിങ്ങളെക്കൊണ്ട് ഒന്നും നടക്കില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു വ്യക്തതയും ഇല്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തികളുടെ മുമ്പിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വാക്കിലും ചിന്തയിലും എല്ലാം ക്ലാരിറ്റി കൊണ്ടുവരികയും നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അത്ഭുതമാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾക്ക് അത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. അവർ നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്നത് നിങ്ങൾ വെറും വാക്ക് പറയുന്ന വ്യക്തിയാണ്, നിങ്ങളൊരു ഇലൂഷനിലൂടെ മാത്രമാണ് നടക്കുന്നത്, റിയാലിറ്റിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ചിന്തിച്ചിരുന്നത്. എന്നാൽ നിങ്ങൾ അതല്ല, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിയും നിങ്ങൾ പറഞ്ഞ കാര്യം നടത്തുന്ന വ്യക്തിയുമാണെന്ന് അവർക്ക് ഇപ്പോൾ ഈ നിമിഷം മനസ്സിലായിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തിമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ എനർജി എന്താണ്? ഇത് സണ്ണാണ് വന്നിരിക്കുന്നത്. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നു. ബന്ധിച്ച് നിന്നിരുന്ന ബന്ധനങ്ങളെല്ലാം നിങ്ങളിപ്പോൾ അഴിച്ചു മാറ്റിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളെ സ്വയം നിങ്ങൾ തന്നെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ പൊട്ടിച്ചുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ ഒരേ ഒരു ജീവിതത്തെ അത് കെട്ടിപ്പൂട്ടി വിഷമിച്ച് തകർത്ത് നിർത്താനുള്ള ഒന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വളരെ ഹാപ്പിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനും പുതിയ തുടക്കത്തിനായും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും ഇതുപോലെ നിങ്ങളുടെ കണ്ണിലെ കെട്ടോ കയ്യിലെ കെട്ടുകളോ അഴിക്കാതെ നെഗറ്റീവായിട്ടുള്ള ഒരു കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ പുറത്തു വരിക. നിങ്ങളെ കാത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നാണ് പ്രപഞ്ചം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ നിങ്ങൾക്ക് ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.